ഒന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഗോവ വരെ പോയിട്ട് വന്നാലോ? പെട്ടെന്ന് എടുത്ത തീരുമാനമായോണ്ട് ട്രെയിനിൽ AC-ലും സ്ലീപ്പറിലും ഒന്നും നമുക്ക് ടിക്കറ്റ് കിട്ടില്ല. ജനറലിലാണ് എടുത്തത്. 2 ആൾക്ക് 400 രൂപയാണായത്. അപ്പൊ കുറച്ചും കൂടി നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി. കണ്ണൂരിൽ 7:25 എത്തുന്ന നേത്രാവതിക്കാണ് നമ്മൾ പോകുന്നത്. ജനറൽ ആയതുകൊണ്ടും മോനുണ്ടായതുകൊണ്ടും തിരക്കുണ്ടാവുമോ എന്നുള്ള നല്ല പേടിയുണ്ടായിന്. പക്ഷെ ആരുണ്ടായില്ല ഗൈസ്. നമ്മളും വേറൊരു മൂകാംബിക പോകുന്ന ഒരു ഫാമിലി മാത്രമേ ഉണ്ടായി. ആ ചേച്ചിക്ക് കണ്ണൂരപ്പം ഭയങ്കര ഇഷ്ടമാന്ന് പറഞ്ഞു. എന്റെ കയ്യിലാണെങ്കിൽ ഉണ്ടായിന്. അങ്ങനെ ഞാൻ അത് രാത്രിയിലത്തെ ഫുഡ് നമ്മൾ 100 രൂപേന്റെ ബിരിയാണിയിൽ ഒതുക്കി. വലിയ വിശപ്പൊന്നും ഉണ്ടായില്ല. എന്തെല്ലോ സാധനങ്ങൾ മാറി മാറി തിന്നിന്. പിന്നെ ബിരിയാണിയും അത്യാവശ്യം കുഴപ്പമൊന്നും ഉണ്ടായില്ല. നാളെ എന്റെ ബർത്ത്ഡേയും കൂടിയാണ്. അപ്പൊ ഞാൻ ശ്രീന്റെ അടുത്ത് പറഞ്ഞു ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ഒന്നും വേണ്ട, നമുക്കൊരു ട്രിപ്പ് പോവാന്ന്. അങ്ങനെയാണ് ഈ പെട്ടെന്നുള്ള ഗോവ ട്രിപ്പ് പൊട്ടിമുളച്ചത്. പാക്കേജും കാര്യങ്ങളും ഒന്നും എടുക്കാണ്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ റൂം നമ്മൾ Airbnb-യിൽ തലേദിവസേ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫാമിലി കോഴിക്കോടുള്ളതാണ്. പെട്ടെന്ന് തന്നെ നമ്മൾ അവരോട് കമ്പനി ആയിട്ടുണ്ടായി. ഇവർ മൂകാംബിക അമ്പലത്തിൽ പോകുന്നതാണ്. അങ്ങനെ ബൈന്ദൂർ സ്റ്റോപ്പ് എത്തിയപ്പോൾ അവരിറങ്ങല. എല്ലാവരും ഫാമിലി അവർ പോയപ്പോൾ പെട്ടെന്ന് ഞാൻ ഒറ്റപ്പെട്ട പോലെ പോയി. കാരണം അത്ര സമയം ഞാനും അയച്ചിയും വർത്താനം പറയലേ. അവരും കൂടി പോയപ്പോ പിന്നെ ആ ഒരു സീറ്റിൽ നമ്മൾ മാത്രമായി. അതുകൊണ്ട് തന്നെ സ്ലീപ്പറിൽ പോകുന്നതിനെക്കാട്ടി സുഖത്തിൽ നമുക്ക് ഗോവക്ക് എത്താൻ പറ്റി. ജാവി ഉള്ളതുകൊണ്ട് ഞാനും ചെറിയ മാറിയിട്ടാണ് ഉറങ്ങിയത്. ഏകദേശം ഒരു 4:45 നമ്മൾ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷൻ പാസ് ചെയ്തിട്ടുണ്ടായി. 6 മണിയായി നമ്മൾ തിവം റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ. രാവിലെ തന്നെ ഞങ്ങൾക്ക് പൊളിച്ച് ഇഡ്ലിയും തലേദിവസം കറിയും തന്നിട്ട് അവർ ഞങ്ങളെ പറ്റി. അങ്ങനെ പോകുമ്പോൾ ഇതാ എന്റെ അച്ഛന്റെ പേരിൽ ഒരു ഗസ്റ്റ് ഹൗസ്. ഈ പേര് ഞാൻ റയർ ആയിട്ടാണ് ആടിയിടെല്ലാം കാണുന്നത്. ചെയ്ത റൂമിന്റെ ചെക്ക് ഇൻ ഈവനിങ് ആണ്. അതുകൊണ്ട് തന്നെ റെയിൽവേന്റെ റൂം എടുത്തിട്ട് നമ്മൾ ഡ്രസ്സെല്ലാം മാറി ഗോവ കാണാൻ ഇറങ്ങി. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.